നമസ്കാരം. കഴിഞ്ഞ കുറെ നാളുകളായി കേരളീയ പൊതുസമൂഹത്തിൽ ഒരു കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് സ്ത്രീ ഇങ്ങനെ തകർത്താടുകയാണ്. ആദ്യഘട്ടത്തിൽ ചില ഹൈന്ദവ സംഘടനകളും ചില ആൾക്കാരുമൊക്കെ അവരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതായി നമ്മൾ കണ്ടതുമാണ്. കാരണം കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂരിൽ വന്ന് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന അവർ കൃഷ്ണഭക്ത എന്ന അവകാശവാദവും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് സിനിമാ രംഗത്തുള്ള ഒരു മുൻ സംവിധായകൻ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവരിങ്ങനെയാണ്, ഇവർ അത്ര നല്ല ആളല്ല, ഇവരിങ്ങനെ ഹണി ട്രാപ്പ് ചെയ്യുന്ന ആളാണ് എന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ച സാധാരണഗതിയിൽ സ്ത്രീകളെ കുറിച്ച്, സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പൊതുവിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവനവന്റെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് പറയുന്നത് പതിവുള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. മാത്രമല്ല അയാൾക്ക് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളും കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ അവർ ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള അസ്വസ്ഥതയാകുമെന്ന് വിചാരിച്ച് അന്ന് ഞാനത് അങ്ങ് അന്വേഷിക്കാതെ വിട്ടു. അതിനുശേഷം അവരെക്കുറിച്ച് പല കോണുകളിൽ നിന്നും പല വാർത്തകൾ വന്നു. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും വീണ്ടും ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നിർബന്ധിതരായി നമ്മൾ ഈ വിഷയം ലൈവിൽ പറഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും കൂടി, അതായത് കോടതിയിൽ നിന്ന് അവർ കൊടുത്തിട്ടുള്ള കേസുകളുടെ സർട്ടിഫൈഡ് കോപ്പി എടുത്തുകൊണ്ട് കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഇവർ വളരെ കൃത്യമായ ഉഡായിപ്പുകാരിയാണ് എന്ന് പറഞ്ഞത്. എങ്കിലും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ഒരു കുറച്ചു കാലഘട്ടത്തേക്കെങ്കിലും ഈ സ്ത്രീക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിൽ നമുക്കറിയാം, എനിക്കിപ്പോ എന്റെ പ്രത്യേകിച്ച് വാർത്ത കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചാനലുകാരെയും തിരക്കി പോകാറില്ല. ചാനലുകാരുമായിട്ട് എനിക്ക് അങ്ങനെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇവിടെ വിളിച്ചു വരുത്തി വാർത്ത എടുപ്പിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങളില്ല. പിന്നെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ, ആദ്യഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരെ ഏറ്റെടുത്തിരുന്നെങ്കിലും പിന്നീട് അവർ ഉഡായിപ്പാണ് എന്ന് മനസ്സിലായ ശേഷം അവർ പിൻവാങ്ങി. എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്നും അവരുടെ പിറകെ നടക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനിപ്പോ ഇന്നൊരു ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ ഓൺലൈൻ മാധ്യമം വീണ്ടും അവരെ വെളുപ്പിക്കാനും ഉള്ള ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അവർ ഉഡായിപ്പുകാരിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ വിളിച്ചുകൊണ്ട് ഈ പറയുന്നത് കള്ളമാണ് എന്ന് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഏതെങ്കിലും ഒരു പോലീസുകാരോട് ഇവരുടെ പേരൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. കൊയിലാണ്ടി പ്രദേശത്തുള്ള ഏതെങ്കിലും ജനങ്ങളോട് ഇവരെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഇവരാരാണെന്നുള്ളതിന്റെ ഉത്തമമായ വിവരണം നിങ്ങൾക്ക് ലഭ്യമാകും. ഇപ്പോൾ അവർ ഈ ആദ്യഘട്ടത്തിൽ ഞാനിത് പറഞ്ഞു, ഞാനൊരു ലൈവ് കൊടുത്തു. ആ ലൈവിന് ശേഷം ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, ചില ആൾക്കാർ ഇവർക്ക് പിറകിൽ വന്ന് ഇവരെന്നോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ഒരു ഹിന്ദു നാമധാരിയുടെ ഐഡിയിൽ നിന്നും ഒരു മുസ്ലിമും അതുപോലെ തന്നെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടുമുള്ള ഒരാൾ വന്ന് എന്നോട് 2-3 ദിവസത്തോളം എന്നെ സമ്മർദ്ദം ചെലുത്തി. പല ഘട്ടത്തിലും ഇങ്ങനെ, അതായത് എനിക്ക് ഒന്നും ചെയ്യാനുള്ള സമയമില്ലാതെ എന്നോട് ഇങ്ങനെ ഇവരെ കുറിച്ച് പറയുകയും ഇവര് മറ്റൊരു ബലാത്സംഗ കേസ് കൊടുത്ത ഒരാളെ കുറിച്ച് അയാൾ വളരെ മോശക്കാരനാണെന്ന് സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചു. അയാളുടെ ആളാണ് ഞാനെന്ന് പോലും വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു അതെന്റെ വിഷയമല്ല. അയാൾ ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള ഉടായ്പകൾ കാണിക്കാത്തത് കൊണ്ട് അത് അവർ തമ്മിലുള്ള വിഷയമാണ്, അത് അവർ തമ്മിൽ തീർക്കട്ടെ, എനിക്കതിൽ യാതൊരു റോളുമില്ല എന്ന് പറയുകയും അതിൽ നിന്ന് ഞാൻ പിന്മാറുകയും ചെയ്തു. പിന്നീട് അയാൾ എന്നെ കുറിച്ച് വന്ന് 1-2 കമന്റ് ഇട്ട് പോയി. അതിനുശേഷം ഒരു വിവരമില്ല. അതുപോലെ കോഴിക്കോട് ഒരു ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ, അയാൾ അടക്കമുള്ള കുറച്ചു ദിവസം എന്റെ പ്രൊഫൈലിൽ വന്ന് ചില കമന്റുകളൊക്കെ ഇട്ട ശേഷം പിന്നിപ്പോ അയാളെയും കാണാനില്ല. ഏതായാലും രണ്ടുപേരും ഇപ്പൊ പിൻവാങ്ങിയ മട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇവർ കാണിക്കുന്ന എല്ലാം തട്ടിപ്പാണെന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതായത് ഞാനൊരു ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായി അവർ പറയുന്നത് അവർക്ക് 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ ഈ അടുത്ത കാലത്തായി പറയുന്നത്. എന്നാൽ അവർ ആദ്യം വന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഐപ്പു വള്ളിക്കാടൻ എന്ന് പറയുന്ന നേരത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്ന ഐപ്പു വള്ളിക്കാടന്റെ ഒരു യൂട്യൂബ് ചാനലിൽ വന്നൊരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ അവർ പറയുന്നത് അവർ 10ാം ക്ലാസ് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അവർ പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ സാക്ഷ്യമായി. ഇനി അവർ പറയുന്ന 100 കള്ളം, അവർ ഫേസ്ബുക്കിൽ പറയുന്ന കള്ളങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ പൊളിച്ചു തരാൻ എനിക്ക് പറ്റും. അടുത്തത്,
അവർ ഇത്തരത്തിൽ നിരവധി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ പറ്റിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം അവർ പറഞ്ഞത് അവരുടെ സഹോദരനെ സംബന്ധിച്ച് സഹോദരൻ പറഞ്ഞു അവരോട് വേശ്യാവൃത്തിക്ക് പോയിക്കൂടെ എന്നായിരുന്നു. പിന്നീട് സഹോദരൻ ഇല്ല എന്ന് ബോധ്യം വന്നപ്പോൾ അത് കൃത്യമായി തന്നെ നമുക്ക് അതിന് തെളിവുകൾ പോലുമുണ്ട്. ഇവർ കൊടുത്ത മൊഴിയിലടക്കമുള്ള തെളിവുകളിൽ ഇവരും ഇവരുടെ അച്ഛനുമൊക്കെ നൽകിയ മൊഴികളിൽ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി എനിക്ക് 3 പെൺകുട്ടികളാണെന്ന് അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇത് എങ്ങനെ ഹൈന്ദവ വികാരത്തെ മുതലെടുക്കാം, അത് എങ്ങനെ മുസ്ലിംസിനെ കുറ്റം പറയാം എന്നുള്ളത്, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വികാരങ്ങളെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. എല്ലാവരും ഇവർ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞു. ഇവർ ഹണി ട്രാപ്പുകാരി മാത്രമല്ല, എന്റെ ഒരു ഊഹത്തിൽ ഇവർ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇവരുടെ ഈ കൊഞ്ചലും കൊഴയിലും ഒക്കെ കേട്ട് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ചില മണുഗുണാഞ്ചന്മാരുണ്ട്. മണുഗുണാഞ്ചൻ തന്നെ പറയും. കാരണം ഈ പുരുഷന്മാർക്ക് എനിക്ക് തോന്നുന്നു 90% പുരുഷന്മാർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കുമൊക്കെ ഈ കൊഞ്ചുകയും കുഴയുകയും ഒന്ന് കൊഞ്ചിക്കുഴഞ്ഞ് വർത്താനം പറയുകയും നമ്മൾ എന്തോ പാവമാണെന്ന് ധരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അവർ പാവമാണ്, അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ വെറും പാവങ്ങളാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. ആ ധാരണയെ അവർ നന്നായി മുതലെടുക്കുന്നുണ്ട്. അവരുടെ കൊഞ്ചലും കുഴയിലും കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് അവരുടെ ഇടുന്ന വീഡിയോയിൽ പോലും ആ കൊഞ്ചലും കുഴയിലും കൃത്യമായി അറിയാം. 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ കൊഞ്ചുകയും കുഴയുകയും ചെയ്തത് പൊതുസമൂഹത്തിൽ കിടന്നുകൊണ്ട് വീഡിയോ ചെയ്യാനായി. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു 2006 മുതൽ ഇവരുടെ ട്രാക്ക് റെക്കോർഡുകൾ ഇവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണ്. ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അവരുടെ പേരിൽ കേസില്ല, അവരുടെ പേരിൽ കേസുണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും കള്ളം പറഞ്ഞുകൊണ്ടും അവർക്ക് വഴങ്ങാത്ത ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട്, ഇനി കേസ് കൊടുക്കുന്ന അവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നതും തെറ്റല്ല. ആ കേസ് കൊടുത്ത ശേഷം മൊഴി മാറ്റുകയും പലവട്ടം പല കോടതികളിലും എല്ലാ കേസിലും മൊഴി മാറ്റുകയും ആകെ അവർ മൊഴി മാറ്റി പറഞ്ഞെങ്കിൽ പോലും അവർ കുറച്ചു കാലമെങ്കിലും നടത്തിയ ഒരേ ഒരു കേസ് അവർ ലാസ്റ്റ് നൽകിയ ആ പീഡന പരാതി മാത്രമാണ്. അതിൽ കാരണമുണ്ട്. അതിലെ ആ വാദിയായ ആളെ ഒരു തരത്തിലും മറ്റൊരു രീതിയിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുകയില്ല എന്ന ബോധ്യമുണ്ട്. അയാളും വളരെ കൃത്യമായി തന്നെ ഇവരുടെ ബാക്കി എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അയാൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഇവര് നമ്മളോട് പറയാൻ വന്നത് ഇയാൾ കുറച്ച് വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നത് നരേന്ദ്രമോദിക്കെതിരാണ് എന്നുള്ളതാണ്. ഇവിടെ നരേന്ദ്രമോദിക്കെതിരായി വാർത്ത ചെയ്യുന്നതോ ഒന്നുമല്ല വിഷയം. ഇവിടെ ഹൈന്ദവ സംഘടനകളെയും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ കടന്നു കയറിക്കൊണ്ട് അവിടെ അത് ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സ്ത്രീ നടത്തുന്നതെന്ന സംശയമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന് കാരണം കഴിഞ്ഞ ദിവസം അവർ ഗുരുവായൂരിലേക്ക് എത്തി. ഇത്രയും പ്രശ്നമുണ്ടാകുമ്പോഴും അവർ ഒരു പടം വരച്ചുകൊണ്ട് 3 മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം എടുത്ത് പുറത്തു വെച്ച് കാണിച്ചു. ആദ്യത്തെ ദിവസം അവർ പറയുന്നത് 75,000 രൂപയാണ് ഈ ചിത്രത്തിന് ചെലവായതെന്നാണ്. രണ്ടാമത് ഒരു യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നു വണ്ടിക്കൂലി അടക്കം 50,000 രൂപ ചെലവായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇതൊന്നുമല്ല അതിന്റെ ഹൈലൈറ്റ്. ഈ ചിത്രം വരച്ച് ഞാൻ എല്ലാ വർഷവും കണ്ണന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, ആ ഗിഫ്റ്റ് ആണ് ഇത് എന്നാണ് അവരുടെ വാദം. ആ ചിത്രം അടക്കം ഇന്ന് വരെ അവർ ഗുരുവായൂരിൽ കൊടുത്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സ്പോൺസർഷിപ്പിലാണ്. ഇവർ ഈ ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറയുന്ന ചിത്രത്തിന്റെ താഴെ ഒരു കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അവരോട് പണം വാങ്ങിയ ശേഷമാണ് ഈ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്, ആരുടെയെങ്കിലും വീട്ടിലൊരു കല്യാണമോ ആരുടെയെങ്കിലും കുട്ടികളുടെ പിറന്നാളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർ ഇവരെ ചിത്രം വരയ്ക്കാൻ ഏൽപ്പിക്കും. ഈ ചിത്രം അവർ ഡയറക്റ്റ് വരച്ച് ഈ ആൾക്കാർക്ക് കയ്യിൽ കൊടുക്കില്ല. പകരം എനിക്ക് വലിയ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിലേക്ക് ഈ പടവുമായി ഇവർ ചെല്ലും. അപ്പോ ഈ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിൽ ചെന്ന് അവരോടൊപ്പം ഈ ചിത്രം പലപ്പോഴും കയറി കൈമാറുന്നത് ഇവരാണ്. അപ്പോ വലിയ വലിയ കല്യാണങ്ങൾക്കും വലിയ വലിയ ഫംഗ്ഷനുകളിലേക്കും ഇവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇവരെങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിലേക്ക് വന്നത് എന്നുള്ളത്. 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീ ഇത്രത്തോളം ചിന്തിച്ച ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. RSS കാര്യാലയവുമായി ബന്ധപ്പെട്ട് RSS കാര്യാലയത്തിൽ അടക്കം ഇവർ പോയ സാഹചര്യത്തിലാണ് ഞാനിത് സംസാരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റിന് ശേഷം അവർ ഉടൻ തന്നെ ഒരു ലൈവ് ചെയ്തു, കുമ്മനം രാജശേഖരനെയും സുരേഷ് ഗോപിയെയും ഒക്കെ പറഞ്ഞുകൊണ്ട്. അടുത്ത ദിവസം അവർക്ക് സഹായം ചെയ്ത ചില നേതാക്കന്മാർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു ലൈവും ചെയ്തിരുന്നു. ഏതായാലും ഞാൻ പോലും പറയുന്നതിന് കൃത്യമായി ഉത്തരം പറയാൻ അടുത്ത സെക്കൻഡിൽ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീക്ക് എനിക്ക് എഴുതാൻ അറിയില്ല എന്നാണ് പറയുന്നത്, അവർക്ക് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അത്തരം ഒരു സ്ത്രീക്ക് അത് കഴിയുന്നുണ്ട് എന്നുള്ളിടത്താണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾ നടത്തേണ്ടതിന്റെ പ്രസക്തി. ഇനി അത് മാത്രമല്ല, ഈ ഗിഫ്റ്റായി കൊടുത്തു എന്ന് പറയുന്ന കൃഷ്ണന്റെ ചിത്രവുമായി കഴിഞ്ഞ ദിവസം അവർ അവിടേക്ക് വന്നിരുന്നു. നമ്മളാരും ക്ഷേത്ര ദർശനത്തെ സാധാരണഗതിയിൽ എതിർക്കുന്ന ആൾക്കാരല്ല.
ആർക്കും ക്ഷേത്രത്തിൽ വന്നു പോകാം, അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രത്തിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഗുരുവായൂരിൽ ഒരിക്കലും എല്ലാവർക്കും ചെല്ലാവുന്ന ഒരു ക്ഷേത്രമല്ല. ഹിന്ദു വിശ്വാസികൾക്ക് മാത്രം കയറാവുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരവും കൊടിമരവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളുമെല്ലാം ക്ഷേത്രത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. അവിടെ ക്ഷേത്രാചാരങ്ങൾ പാലിക്കേണ്ടത് വളരെ അടിയന്തരമായ കാര്യവുമാണ്. അവിടെ നിന്നാണ് ഇവർ പുറംതിരിഞ്ഞ് നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ആ പുറംതിരിഞ്ഞ് നടന്നുകൊണ്ട് റീൽസ് എടുക്കുകയാണ് ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ. അവിടെ ഗുരുവായൂരിൽ വരിക, റീൽസ് എടുക്കുക, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കൃഷ്ണഭക്തി കൊണ്ട് ആറാടുന്ന ഇവർ ആ കൃഷ്ണന്റെ ചിത്രം കൊണ്ടുവച്ചിട്ട്, സാധാരണഗതിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ പോലും വിഗ്രഹത്തിനോ മറികടന്ന്, അതായത് തിരിഞ്ഞു നടന്നു വരാറില്ല. പുറത്തേക്ക് വന്ന ശേഷം നമ്മൾ പതുക്കെ ഒരു സൈഡ് ചേർന്ന് തിരിഞ്ഞു വന്ന ശേഷം നമ്മൾ നമ്മുടെ പുറം ഭാഗം കാണിച്ചുകൊണ്ടല്ല ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. ഈ കൃഷ്ണന്റെ ചിത്രം ക്ഷേത്രത്തിന്റെ ആ നടയുടെ ഭാഗത്ത് കുറച്ച് മാറി. ഇപ്രാവശ്യം അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവർ സ്ഥലമൊരുക്കാനുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കുറച്ചൊക്കെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഗുരുവായൂർ ദേവസ്വത്തിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ അവിടെ വരികയും അവർ അവിടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള ശ്രമവും നടത്തുകയുണ്ടായി. അവർ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാധാരണഗതിയിൽ ഇവർ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ വരുമ്പോൾ ആരെയും കൂട്ടിയിട്ടല്ല വരുന്നത്. ഇവരുടെ കൂടെ നടക്കുന്ന ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർത്തുന്നത് ഇവരുടെ സഹോദരനാണ് എന്നാണ് ഇവരുടെ വാദം. ഏതായാലും സഹോദരനല്ല, ഇവരുടെ കൂടെ വന്ന സ്ത്രീ അടക്കമുള്ള ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവരുടെ കൂടെ അന്ന് വന്നത്. അപ്പോ അന്ന് തന്നെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വീടിന് സമീപത്തുള്ള കുറച്ച് സ്ത്രീകളെയുമായാണ് ഇവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത്. ഇതുവരെ അത്തരം സ്ത്രീകളെയൊന്നും ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതായി കണ്ടിട്ടില്ല. ഇവരും ഇവരുടെ കൂടെ നടക്കുന്ന ഇവരുടെ അസ്മാതി ഒരു പുരുഷനും മാത്രമാണ് സാധാരണഗതിയിൽ ഇവരുടെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വരാറുള്ളത്. ഇത്തവണ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്ത്രീകളെ കൂടി മുൻനിർത്താൻ വേണ്ടി അവർ കുറെ സ്ത്രീകളെയും കൂട്ടിയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വരുന്നത്. ഇനി കൃഷ്ണന്റെ, അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാത്രിയിൽ, ശ്രീകൃഷ്ണ ജയന്തി പിറക്കുന്ന തലേ ദിവസത്തെ രാത്രി 12 മണിക്ക് ഇവർ ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കിൽ വന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ കണ്ണാ എന്നൊക്കെ പറഞ്ഞൊരു ഫോണൊക്കെ പൊക്കി കാണിച്ച ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കാണാം, അവരുടെ ഇൻസ്റ്റയിൽ കാണാം. എന്നാൽ അവർ അടുത്ത വീഡിയോയിൽ പറയുന്നത് 2:30, അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവർ ചിത്രം വെക്കാൻ വരുമ്പോൾ രാവിലെ 2:30, വെളുപ്പം കാലത്ത് 2:30, ശ്രീകൃഷ്ണ ജയന്തിയാണ് 2:30 വന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ 12 മണിക്ക് ഇവർ ഗുരുവായൂരിൽ നിന്ന് വീഡിയോ എടുത്തു എന്ന് പറയുന്നത് തന്നെ കളവല്ലേ? എന്തിനാണ്, ആരെ പറ്റിക്കാനാണ്, ഏത് ഹൈന്ദവ വിശ്വാസികളെ പറ്റിക്കാനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വേഷം കിട്ടുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കച്ചവടമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പടം വരച്ചോളൂ. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പൊതുസ്ഥലത്ത്, ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് ഇത്തരം ഒരു ചിത്രം ആരെങ്കിലും തരുന്ന അക്രലിക് ഷീറ്റ് ഞാൻ എന്റെ ചിലവിൽ വാങ്ങിത്തരാം. അത്തരം ഒരു അക്രലിക് ഷീറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായി പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കളർ, അതായത് എപ്പോഴും ഇവർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കളറായിട്ടുള്ള ഒരു തുണിയുടെ മുകളിലാണ് ഇവർ വെച്ച് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കളർ തുണിയുടെ മുകളിൽ വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് താഴെ ഇതിന്റെ ട്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതാണ് അവരുടെ ബുദ്ധി. ഏതായാലും ഒരു കാര്യം വ്യക്തമാവണം, ഞാൻ പറഞ്ഞിരുന്നു 2016 കാലഘട്ടത്തിൽ ഇവരെ ആരോ ട്രെയിൻ ചെയ്തിരുന്നു. ഇവർ ആ വ്യവസായിയുമായി സംസാരിക്കുന്ന ഓഡിയോയിൽ അവർ പറയുന്നുണ്ട്, എന്നെ ട്രെയിൻ ചെയ്ത വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. ഈ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാനും അത് ഗുരുവായൂരിലേക്ക് എത്തിക്കാനും ഇവരെ ആരാണ് ട്രെയിൻ ചെയ്തത്? ഇവർ വലിയ കൃഷ്ണഭക്തിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. വേറെ ഒരു കൃഷ്ണക്ഷേത്രത്തിനും ഇവർ പോയിട്ടില്ല. ഇവർ പിന്നീട് പോയത് ഉളനാട് ഉണ്ണികൃഷ്ണന്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ഉളനാട് ക്ഷേത്രത്തിൽ അവർ പോയപ്പോൾ 20,000 രൂപ വാങ്ങിക്കൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് അവർ കൃഷ്ണഭക്ത അവിടേക്ക് പോയത്. 20,000 രൂപ വാങ്ങിക്കൊണ്ടാണ്. ഞാനും ആ ക്ഷേത്രത്തിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. ഞാൻ വണ്ടിക്കൂലി പോലും ഞങ്ങളാരും വാങ്ങിയിട്ടില്ല അവിടെ നിന്നും. നിങ്ങൾ എങ്ങനെയാണ് ഈ കൃഷ്ണക്ഷേത്രത്തിൽ പോയപ്പോൾ 20,000 രൂപ? നിങ്ങൾ ഇത്ര വലിയ വിശ്വാസിയാണ്, കൃഷ്ണന്റെ അടുത്ത അനുയായികളാണ്, നിങ്ങളുടെ ആ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. നിങ്ങൾ കൃഷ്ണന്റെ പടം വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ആരെയാണ്? കുറെ മണുകൊണാഞ്ചന്മാരായ കുറെ പുരുഷന്മാരെ, കുറച്ച് സ്ത്രീകളെയും പറ്റിക്കാമെന്നല്ല, ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പണത്തിന് വേണ്ടി കൃഷ്ണനെ അടക്കം, കൃഷ്ണ ചിത്രമടക്കം നിങ്ങൾ ഇപ്പോൾ വിൽപ്പന ചരക്കാക്കുകയാണ്. ശരി, നിങ്ങൾ വരച്ചോളൂ. പക്ഷേ ഇനിയും നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കിലേക്ക് പടം വിൽക്കാനായി വരണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കടയെടുക്കണം. നിങ്ങളുടെ കൃഷ്ണന്റെ ചിത്രം കൊണ്ടുവെക്കുന്നത് കൊണ്ട്, അവിടെ ചിത്രം കൊണ്ടുവെക്കുന്നത് കൊണ്ട് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്നെങ്കിൽ അവർ അവിടെ വന്ന് വരയ്ക്കട്ടെ. അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്, അല്ല തന്റെ പ്രശ്നം എന്താണ്, അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. സുഭാഷ് കടമ്പനിട്ട എന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രശ്നം എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ഏതായാലും കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ള എല്ലാവർക്കും ഇവരെക്കുറിച്ച് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. കോടതിയിൽ അടക്കം പോകാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ പിന്നിൽ മത തീവ്രവാദ ശക്തികൾ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന പല തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അത്തരത്തിലുള്ള ചില തെളിവുകളുമായി ഞാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല,
ഞാൻ സത്യത്തിൽ മതം പറഞ്ഞ് ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും തരത്തിലുള്ള മതമോ മതവിശ്വാസത്തെ ഹനിക്കുകയോ മതം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ലൈവ് ഇടുകയൊന്നും ചെയ്യുന്ന ആളല്ല. സമകാലീന സംഭവ വികാസങ്ങളല്ലാതെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അതിര് കടന്നു പോകുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. കാരണം ശബരിമല പോലെ തന്നെ ഒരു ടാർഗറ്റാണ് ഗുരുവായൂർ. കാരണം ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തർ വരുന്ന ഏറ്റവും വലിയ ക്ഷേത്രം ആണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ. ആ ഗുരുവായൂർ മാത്രം ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗുരുവായൂരിലേക്ക് വന്ന് ആടിപ്പാടുമ്പോൾ അത് മാത്രമല്ല ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി പേർ ഗുരുവായൂരിൽ വന്നു തുടങ്ങി. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി വന്നിട്ട് പായസം വാങ്ങിച്ചിട്ട് ആരെങ്കിലും പായസം കഴിക്കണമെങ്കിൽ അവിടേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയും ഒരാളും കൂടി അവിടെ വരുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോ വളരെ കൃത്യം പായസം വാങ്ങിക്കാനാണെങ്കിൽ പായസം വാങ്ങിച്ചോളൂ, കഴിച്ചോളൂ, അതിനൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഇവരുടെ പിന്നിൽ കൃത്യമായി തന്നെ ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ അടക്കം വിലക്കെടുക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. ചില മാധ്യമങ്ങൾ, കേരളത്തിലെ മറ്റുള്ള മാധ്യമങ്ങൾക്കൊക്കെ മനസ്സിലായപ്പോഴും ചില മാധ്യമങ്ങൾ അവർ ഇവരുടെ പുറകെ മൈക്കും കൊണ്ട് എറണാകുളത്തുള്ള ആൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്, ഗുരുവായൂരിലേക്ക് പോവുകയാണ് വാർത്ത എടുക്കാൻ വേണ്ടി. അത്രയ്ക്ക് താരമൂല്യം എന്താണ് ഈ സ്ത്രീക്കുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പണം നൽകിക്കൊണ്ട് തന്നെ ചില മാധ്യമങ്ങളെ കൊണ്ടു നടന്ന് വാർത്ത ചെയ്യിപ്പിക്കുകയും ഫോട്ടോഷൂട്ട് കൃഷ്ണന്റെ പടം വെച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്ന് അവർ പറയുന്നത്. ആ ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കുറെ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ഏതായാലും കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ, നമുക്കറിയാം ഹൈന്ദവർ സാധാരണഗതിയിൽ അത്രയധികം ചിന്തിക്കുകയോ അല്ലെങ്കിൽ വളരെ മറ്റു രീതിയിൽ ഇടപെടുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് കുറച്ചുപേരെ കബളിപ്പിക്കാൻ പറ്റും. ആ കബളിപ്പിക്കലാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. ഇവർ പറയുന്നുണ്ടല്ലോ, ഇവർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇവർ പറഞ്ഞു, ഞാൻ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് കേസ് സെറ്റിൽ ചെയ്തു കൊടുത്തത്, അയാൾ സുഖമില്ലാതെ കിടപ്പാണെന്ന്. അയാൾ കോടതിയിൽ വന്നതിന്റെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഇവർ സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടി കോടതിയിൽ കൊടുത്തപ്പോൾ അയാൾ കോടതിയിൽ വന്നതിന്റെ രേഖയടക്കം എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വിഷയം ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞ ശേഷം കുറച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായതിനെ തുടർന്ന് ഞാൻ ഈ വിഷയം മിണ്ടാതെ വിട്ടതാണ്. വീണ്ടും വീണ്ടും അവർ കാണിക്കുന്ന കോപ്രായം, അവർ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുരുവായൂരിൽ ഇപ്രാവശ്യം ഗുരുവായൂരിൽ വന്നൊരു ഭക്ത, അവിടെ ഒരു ഹിന്ദു ഭക്തയ്ക്ക് തൊഴാനുള്ള അവസരമില്ല, അവരെപ്പോഴോ ഇവർക്കൊരു കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൊണ്ടുവന്നൊരു റൌഡി, അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോക്സോ കേസിലടക്കം മുൻപ് പ്രതിയായിരുന്ന ആളാണ് ഇവരുടെ കൂടെ നടക്കുന്ന ആൾ. ആ വിഷയങ്ങളിലൊക്കെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാളെയും കൊണ്ട് ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിൽ അവിടെ വന്ന് ബഹളം വെച്ച് അവിടെ ഒരു ഹിന്ദുവിന് തൊഴാനുള്ള സാഹചര്യം ഒരുക്കാതെ അവിടെ കിടന്ന് അവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, ഒരു കേക്കുമായി അവിടെ എത്തി അവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെ സാധാരണ ഹിന്ദുക്കൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഞങ്ങളൊക്കെ വളരെ വിശുദ്ധിയോടുകൂടി കുളിച്ച് ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകാറുള്ളത്. അല്ലാതെ ഇങ്ങനെയല്ല ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ക്ഷേത്രങ്ങളെ വിൽപ്പന ചരക്കാക്കുകയും ചെയ്യാറില്ല. നിങ്ങൾ പടം വരച്ചോളൂ, നിങ്ങൾ കൃഷ്ണന്റെ പടം വരയ്ക്കേണ്ടതെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും ഉസ്താദ് ആ ഉസ്താദ് അങ്ങനെ ചെയ്തു, ഈ ഉസ്താദ് അങ്ങനെ ചെയ്തു. ഒരു ഉസ്താദിനൊരു പേരേ ഉള്ളൂ, മുനീർ. ആ മുനീറിന് ഐഡന്റിറ്റി ഇല്ല. മുനീറിന്റെ ഏതാണ് മുനീർ പഠിപ്പിച്ച പറയുന്നത്, മുനീറിന്റെ സ്ഥാപനം ഏതാണെന്ന് പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതവർക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പേരങ്ങ് പറഞ്ഞാൽ മതി. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ, അതും ശ്രീകൃഷ്ണ ജയന്തി ദിവസം ആ ക്ഷേത്രത്തിൽ വന്ന് ഇവർ കാട്ടിക്കൂട്ടിയത് ആ ഹിന്ദു സ്ത്രീയുടെ സംയമനം കൊണ്ട് മാത്രമാണ് അവിടെ വലിയ കലാപം ഉണ്ടാകാതിരുന്നത്. അവരും സംഘടിച്ച് 4 ഹിന്ദുക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർ ചോദ്യം ചെയ്യാൻ വന്നിരുന്നുവെങ്കിൽ ഇതേപോലെ ഇയാൾ കാണിക്കുന്നത് പോലെ ചാടി വീഴാൻ അവരുടെ കൂടെ 4 പേരുണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂരിലെ അവസ്ഥ എന്താകുമായിരുന്നു? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ? ഇപ്പോഴും ഏതോ മണുകുണാഞ്ചന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഇത്തരത്തിലുള്ള മണുകുണാഞ്ചന്മാരാണ് ഇവർക്ക് സപ്പോർട്ടുമായി വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, പക്ഷെ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരണ്ട. ഞാൻ കൃത്യമായ തെളിവോടുകൂടി ഏത് തെളിവും ഏത് കോടതി ഞാൻ അവരോട് പറയുകയാണ്, ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ കള്ളമുണ്ടെങ്കിൽ അവർ കേസ് നൽകട്ടെ. ആ കേസ് അങ്ങേയറ്റം നടത്താൻ ഞാൻ തയ്യാറാണ്. അവർക്കതിന് കഴിയുമോ? അവർ 2 കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് എന്താണ്, എന്നെ ഒരാൾ റേപ്പ് ചെയ്തു, ആ റേപ്പ് കേസിലെ പ്രതിയാണ് എന്നെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത്. 1 അവരുടെ 2 അവരുടെ കൂടെ നടക്കുന്ന ആൾ അവരുടെ ഭർത്താവാണെന്ന് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി. അല്ലാതെ കേസിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചോ? 2006 മുതൽ ഇവർ നൽകിയ കേസുകളെ കുറിച്ച് ചോദിച്ചോ? എന്തുകൊണ്ടാണ് കോടതിയിൽ മൊഴി മാറ്റുന്നതിനെ കുറിച്ച് ചോദിച്ചോ? അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതാണ്. അല്ലാതെ അവരെ കാണുമ്പോൾ എലി ഉന്നല് കണ്ട പോലെ നിന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് അവരുടെ കൂടൊപ്പം കുഴഞ്ഞു നിന്ന് ഇന്റർവ്യൂ എടുത്തിട്ടൊരു കാര്യമില്ല. അവരോട് ചോദിക്കൂ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിൽ വാസ്തവമുണ്ടോ, അതോ ഈ ശ്രീലാപിള്ള എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് കള്ളമാണോ എന്ന് അവരോട് ചോദിക്കൂ. ഞാൻ പറയുകയല്ലേ,
ഇപ്പോഴും 2 യുവമോർച്ചക്കാർക്കെതിരെ, കൊയിലാണ്ടിയിലെ 2 യുവമോർച്ച പ്രവർത്തകർക്കെതിരെ നൽകിയ കേസിലാണ് അവസാന നിമിഷ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇത്തരം കേസുകളിൽ പെടുന്നവർ എങ്ങനെയെങ്കിലും തല ഊരിക്കൊണ്ട് പോകാനല്ലാതെ പിന്നീട് അവർ വരില്ല സമൂഹത്തിന്റെ മുന്നിലേക്ക്. അവർ വന്ന് പറയില്ല. കാരണം അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാക്കും, അവർക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഒരിക്കലും പിന്നീട് വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനായി നിൽക്കില്ല. അത് തന്നെയാണ് ഇവർക്ക് എപ്പോഴും ഗുണകരമാകുന്നത്. അതുകൊണ്ടാണ് ഇവർ വന്ന് എന്റെ പേരിൽ, അവരുടെ പേരിൽ കേസില്ലെന്നേ. ആര് പറഞ്ഞു അവരുടെ പേരിൽ കേസുള്ളത്? അവരുടെ പേരിലല്ല കേസുള്ളത്. കേസ് അവർ നൽകുകയും അവർ കേസ് നൽകിയ ശേഷം ആ എല്ലാ കേസുകളും സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ കേസ് കൊടുത്തു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 18ലേറെ കേസുകൾ ആ സ്ത്രീ കൊടുത്തിട്ടുണ്ട്. ആ കേസുകളിലെല്ലാം കേസ് കൊടുത്തോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേസ് കൊടുക്കണം. എല്ലാ സ്ത്രീയും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കേസ് കൊടുക്കണം, അതിന് ഒരു എതിരഭിപ്രായവുമില്ല. പക്ഷേ കേസ് കോടതിയിൽ വരുമ്പോൾ മൊഴി മാറ്റുകയും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തുകയും അവസാനം ആ കേസുകൾ വീണ്ടും അവരുടെ ജീവിതം നശിപ്പിച്ച ശേഷം നിങ്ങൾ ഒരുപക്ഷെ പണം വാങ്ങിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് അവരെ എത്തിക്കുന്നുണ്ടാവും. അത് ചെയ്തതാണ് നിങ്ങളുടെ തെറ്റ്. അതാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ഇത്രയധികം കേസുകൾ നൽകിയിട്ടുണ്ടോ? ഇവർ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരെങ്കിലും മിണ്ടിയാലും സൈറ്റ് അടിച്ചാലും ഒക്കെ കേസ് കൊടുക്കുമെന്ന്. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം മകന് ഒരു ഉസ്താദിൽ നിന്ന് പീഡനം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാതിരുന്നത്? അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാതിരുന്നത്? ഒന്ന്. 2, ഇവർ പറയുന്നു ഇവരെ ഒരാൾ ബലാത്സംഗം ചെയ്തു, ഇവരെ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇവരുടെ സുഹൃത്ത് പരിചയപ്പെടുത്തി കൊടുത്തു എന്നായിരുന്നു ഇവരുടെ വാദം. അങ്ങനെയെങ്കിൽ ഈ പരിചയപ്പെടുത്തി കൊടുത്ത സുഹൃത്തും ഈ മറ്റേ ബലാത്സംഗം ചെയ്ത പ്രതിയും തമ്മിൽ, ഇവര് രണ്ടുപേരും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയില്ലേ? ആ കേസിൽ എന്തുകൊണ്ടാണ് ഈ പരിചയപ്പെടുത്തി കൊടുത്ത ആളെവിടെ? അയാൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തോ? അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? അതോ ബലാത്സംഗം ചെയ്ത ആൾക്ക് മാത്രമേ എതിരെ നിങ്ങൾ കേസ് നൽകിയിട്ടുള്ളൂ? പിന്നെ 2006 നിങ്ങൾ കൊടുത്ത കേസിൽ, ആ കേസിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കേസിൽ നിന്ന് പിന്മാറിയത്? ആ കേസിൽ നിങ്ങളെ കാണാതായി, ഒരു ദിവസം മുഴുവൻ കാണാതായിട്ട് നിങ്ങളുടെ പിതാവ് അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് മാൻ മിസ്സിംഗ് കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇനി അച്ഛന് വീട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളോടെല്ലാം പറഞ്ഞു 20,000 രൂപ വെച്ച് 400 ഫോട്ടോ വാങ്ങണമെന്ന്. അച്ഛനൊരു വീടുണ്ട്, അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ചെറിയ വീടുണ്ട്. ആ വീട് പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ ആ വീട് ഇടിച്ചു കളഞ്ഞിട്ട്, വീട് കൊള്ളില്ലെങ്കിൽ വീട് ഇടിച്ചു കളഞ്ഞിട്ട് ആ സ്ഥലത്ത് എന്താണ് നിങ്ങൾ വീട് വെക്കാതിരുന്നത്? നിങ്ങൾ പുതിയ സ്ഥലം വാങ്ങിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ സ്വത്തടക്കമുള്ള കാര്യങ്ങൾ അതാകട്ടെ, നിങ്ങൾ പടം വരച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ രാത്രി ഉറക്കളച്ചിരുന്നോ, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ശരി, ഞാൻ അതും സമ്മതിക്കുന്നു വാദത്തിന് വേണ്ടി. പക്ഷെ നിങ്ങൾ ഇവിടെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷമാണ്. ഇവിടുത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും, അതായത് ക്ഷേത്രത്തിൽ പോയാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ നിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കുമെന്നും എല്ലാ ഉസ്താദുമാരും പീഡനക്കാരാണെന്നും അവരെല്ലാം നിങ്ങളുടെ മകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? സത്യത്തിൽ നിങ്ങളെ മുസ്ലിം സമൂഹം പിന്തള്ളിയതാണെന്നാ തോന്നുന്നത്. കാരണം മുസ്ലിം സമൂഹം നിങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരാൾ ഉള്ളതായിട്ട് പോലും, കാരണം ഇത്രയും പ്രശ്നക്കാരിയായ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരാൾ അവരുടെ സമൂഹത്തിലുള്ളതായി പോലും അവർ കണക്ക് കൂട്ടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ. ആ ഫ്രോഡത്തരമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അതിവിനയവും നിങ്ങളുടെ രീതികളും കണ്ടാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യവസായ പ്രമുഖന്റെ ഫോൺ ആ കോൾ റെക്കോർഡ് ചോർന്നു പോയത്? അതും കൃത്യമായി തന്നെ കോൾ റെക്കോർഡ് ചോർന്നു. ശരി, അറിയാതെ സംസാരിച്ചൊരു കോൾ റെക്കോർഡ് ചോർന്നു പോകാം. പക്ഷെ അവിടെ അങ്ങനെയാണോ ചോർന്നിട്ടുള്ളത്? ഈ വ്യവസായ പ്രമുഖൻ ആരെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾ അയാളുടെ ഐഡന്റിറ്റി വെളിവാകുന്ന രീതിയിൽ അയാളോട് സംസാരിച്ച ശേഷം ആ ഫോൺ ചോർത്തി പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അയാളെ നിങ്ങളുടെ പരിധിയിൽ നിർത്താനുള്ള നിങ്ങളുടെ ശ്രമമായിരുന്നില്ലേ ഇത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇനി നിങ്ങളുടെ ഈ തട്ടിപ്പുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുള്ള നിയമപരമായ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കാരണം നിങ്ങളെ എങ്ങനെങ്കിലും ജീവിച്ചു പോക്കോട്ടെ, നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നിങ്ങൾ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ, അതുപോലെ പാവപ്പെട്ട ഹിന്ദു ജനങ്ങളുടെ ആ വൈകാരികത മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രമടക്കം തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം നിങ്ങൾക്ക് പിറകിൽ ആരാണുള്ളതെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ. എന്നോട് സംസാരിക്കാൻ വന്ന ആൾ അവിടുത്തെ ഇടതുപക്ഷക്കാരനായ, അവിടുത്തെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇടതുപക്ഷക്കാരൻ നിങ്ങൾക്ക് വേണ്ടി ഘോരം എന്നോട് വാദിക്കാൻ എന്തിനാണ് വന്നത്? ആ ആളിന്റെ തെളിവും ഫോട്ടോയും അടക്കം, അയാളുടെ വിവരങ്ങളെല്ലാം അടക്കം ഞാൻ അന്വേഷണ ഏജൻസികൾക്ക് നൽകുന്നതാണ്. ആരാണ് നിങ്ങളുടെ പിന്നിലുള്ളത്? ആരാണ് നിങ്ങളെ ഇത്തരത്തിൽ ഇവിടെ ഗുരുവായൂർ അമ്പലം ലക്ഷ്യമാക്കി വിട്ടിട്ടുള്ളത് എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇനി നിങ്ങളുടെ ഈ അതിവിനയവും അതിസാമർത്ഥ്യവും കൊണ്ട് ഹിന്ദു വിഭാഗത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും തകർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജാഗരൂകരായി ഞങ്ങളെ പോലുള്ള ചിലർ
നിങ്ങളുടെ പിറകിലുണ്ട്. നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ സഹോദരൻ ആരാണെന്നോ അത് നിങ്ങളുടെ സഹോദരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന് കുഴപ്പമില്ലെങ്കിൽ അത് സഹോദരനോ അമ്മാവനോ അപ്പൂപ്പനോ ആരുമായിരുന്നു കേട്ടോ, അത് ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ അയാളും ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. അത്തരത്തിലുള്ള ആൾക്കാരെ കൂടെ ആ കേസ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യിച്ചതടക്കമുള്ള നിങ്ങളുടെ നാട്ടുകാർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്ന ഓഡിയോ ക്ലിപ്പിംഗ്സ് അടക്കം ആ കേസിന്റെ ഡീറ്റെയിൽസ് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവില്ലാതെയല്ല സംസാരിക്കുന്നത്, തെളിവുകളോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവ് എന്റെ കയ്യിൽ ഇല്ലാതിരിക്കുകയോ വാക്ക് മാറ്റി പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായി നിങ്ങളോട് പറയുകയാണ്, എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് ഹൈന്ദവ സമൂഹത്തെ ഒരുപാട് കാലം പറ്റിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഏതു നേരത്തും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് എന്താണ്? മുസ്ലിങ്ങൾ നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന്. ഞാൻ ഇന്ന് വരെ നിങ്ങളെ മുസ്ലിംസ് ചീത്ത വിളിക്കുന്ന ഒരു പോസ്റ്റ് പോലും ആരെങ്കിലും ഇട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങളെ ഏത് മുസ്ലിമാണ് ചീത്ത വിളിച്ചത്? ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിം ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട നിങ്ങൾ ഇവരെ സൂക്ഷിച്ചോളൂ എന്ന് മാത്രം പറയുന്നതല്ലാതെ നിങ്ങളെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഇത് വിട്ടിട്ടില്ല. നിങ്ങളുടെ മകനെ ഒരു ഉസ്താദ് പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ മുക്കിന് കേസ് കൊടുക്കുന്നു. ഓരോ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്. താമരശ്ശേരി മുതൽ കൊയിലാണ്ടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനടക്കം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലേ? ആ കേസ് കൊടുത്തിട്ട് എന്താണ്? ഉസ്താദ് മകനെ പീഡിപ്പിച്ചത് അത്ര വലിയ കേസായിരുന്നില്ലേ? അപ്പൊ നിങ്ങളൊരു മുനീറിന്റെ പേര് പറയുന്നു, ഏത് മദ്രസ എന്ന് പറയുന്നില്ല, നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നു. മുസ്ലിംസ് എല്ലാം ഭയങ്കര പ്രശ്നക്കാരാണ്, അവർ ഹിന്ദുക്കളോട് മിണ്ടിയാൽ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രമുറ്റത്ത് പോയി നിങ്ങൾ പടം വിറ്റാൽ, നിങ്ങൾ എവിടെ തൊഴാനല്ലല്ലോ വരുന്നത്, നിങ്ങൾ എവിടുത്തെ ഭക്തിയല്ലെന്ന് നാട്ടുകാർക്കറിയാം. നിങ്ങൾ ആ ക്ഷേത്രമുറ്റത്തേക്ക് വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം കൂടെ നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇനി ഈ കളി നടക്കില്ല കൃഷ്ണഭക്തെ. നിങ്ങളുടെ പിറകിൽ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഇനി ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. അത് 100% കൃത്യമായ വാക്ക് തന്നെയാണ്. ഞാൻ ദേവസ്വം ബോർഡിനും ദേവസ്വം സെക്രട്ടറിക്കും അതുപോലെ തന്നെ എല്ലായിടത്തും പരാതി അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ എങ്ങനെ പരിഗണിക്കുമെന്ന് അറിയില്ല. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ സഖാവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ കൃത്യമായി ആളെ ഐഡന്റിഫൈ ചെയ്യുകയും ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് എന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് സഖാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏതായാലും അത് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ സഖാവിന് ഇത്രയും കാലം നിങ്ങൾ പറയാതിരുന്ന എന്റെ ഭർത്താവ് ഒരു സഖാവാണ് എന്ന് അവകാശപ്പെടുന്നത്. ഏത് സഖാവായാലും എന്തായാലും നിങ്ങളുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് അല്പകാലത്തിനുള്ളിൽ തിരിച്ചറിയാൻ പോവുകയാണ്. ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എന്റെ SDPI ബന്ധം പുറത്തു കൊണ്ടുവരുമെന്നാണ്. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, എല്ലാവിധ ആശംസകളും നേരുന്നു, എന്റെ SDPI ബന്ധം പുറത്തു വരട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി ഈ ഹൈന്ദവ സംഘടനകളോടും ഒക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഹിന്ദുക്കളോടുമൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും നമുക്കറിയാം ഈ ലോകത്ത് ഫോണുണ്ട്, ഈ ലോകത്തിപ്പോ ആശയവിനിമയ സംവിധാനം ഏറെയുള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഫോൺ കോളിലെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ ആരാണെന്ന് അന്വേഷിക്കാതിരിക്കുന്നത്? ഇപ്പോൾ എനിക്കറിയാൻ ഏതൊരു ചോദ്യമാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്റെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്ന ആൾക്കാരെ പറ്റി ഞാൻ ഒരു അന്വേഷണം നടത്താറുണ്ട്. കുറഞ്ഞ പക്ഷം ഇവരാരാണെന്നെങ്കിലും ഞാൻ അന്വേഷിക്കാതെ എന്റെ പേഴ്സണൽ സ്പേസിൽ ഞാൻ ഒരാളെയും അടുപ്പിക്കാറില്ല. അത് ഇപ്പൊ ഇവർ പറയുന്നത് ഞാൻ പ്രധാനമന്ത്രിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവരെല്ലാവരുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നു. അവരുടെ അന്ന് മുതലുള്ള പ്രൊഫൈൽ പിക്ചറും പ്രധാനമന്ത്രിക്ക് ഫോട്ടോ നൽകി എന്നുള്ളതാണ്. അവർ എന്നെ കുറിച്ച് SPG അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ എന്നാണ്. ഇവർ സുരേഷ് ഗോപി ഇപ്പോ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തിയതോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിലെ നരേന്ദ്രമോദി സർക്കാരിലും ഒക്കെയുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ഇപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഇവർ നിരവധി തവണ ഇതിനായി ശ്രമം നടത്തിയിരുന്നു. ഇതിനു മുമ്പ് കോഴിക്കോട് നിന്നും MT രമേശ് വഴി കോഴിക്കോട് നിന്നും നേരത്തെ ഇവർ ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്. അന്ന് ഇവർക്ക് ഈ പ്രധാനമന്ത്രിയെ കാണാനുള്ള അനുവാദം കിട്ടിയുമില്ല. പിന്നെ ഇവർ പറയുന്നത് സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസികൾ എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയപ്പെടുന്നത് പോലെ സുരേഷ് ഗോപിയുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ അവിടെ കയറിയതാവും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടേക്ക് ഇങ്ങനെ ചെല്ലാനുള്ള ഒരു ഉദ്ദേശവുമായി ചെല്ലുമ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപിയും നിങ്ങളുടെ ഈ കപട നാട്യത്തിൽ വീട് പോയിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു കാണും പാവം പിടിച്ചൊരു കുട്ടിയാണെന്ന് കാണാനുള്ള അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹൈന്ദവ സംഘടനകൾ പലപ്പോഴും പലരും നിങ്ങളെ വിളിച്ച് ആദരിക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്തരത്തിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും നല്ല കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാവും. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ പേരിലല്ലല്ലോ കേസുള്ളത്, നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ കൊടുക്കാൻ നടക്കുന്ന ആളാണെന്നല്ലേ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെയല്ലേ അതെങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാവുക? ആരെങ്കിലും ഒക്കെ കുടുങ്ങുമ്പോഴല്ലേ മനസ്സിലാവൂ. ഏതായാലും നിങ്ങൾ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള പരിപാടിയുമായാണ് വന്നതെന്ന് അറിയാൻ ഞങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അസ്വസ്ഥത ഉണ്ടാകുമെങ്കിലും അതിന്റെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഈ ഹൈന്ദവ സമൂഹത്തിലാണ്. പലരും ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് ഇവരുമായി അടുത്ത ബന്ധമുള്ളവരും ഇവരുടെ പുറകെ നടന്ന ചില ആൾക്കാർ, ഇവരുമായി വളരെ അടുത്ത ബന്ധമുള്ള ചില ആൾക്കാരൊക്കെ അത്തരത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഒന്നും വേണ്ടല്ലോ, നിങ്ങളെ ആരും ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ. നിങ്ങളോട് ആരും ഒന്നും പറയണ്ട, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ. നിങ്ങൾ വെറും ഒരു സ്ത്രീയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ വെറുതെ പരാതി കൊടുക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ കേരളീയ പൊതുസമൂഹം അത് അംഗീകരിക്കുകയും കേരളീയ പൊതുസമൂഹത്തിന്റെ മേലെ അത് ചർച്ചകൾ നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ഒരു പാവം പിടിച്ച പെൺകുട്ടി ഗുരുവായൂരിൽ വന്ന് കൃഷ്ണഭക്തിയെ ആടിപ്പാടുന്നു, കൊഞ്ചിക്കൊഴഞ്ഞ് ഏട്ടാന്നുള്ള വിളി കേട്ടാൽ തന്നെ നാട്ടിലുള്ള ഏട്ടന്മാരെല്ലാം നിലത്ത് വീഴുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചില ഏട്ടന്മാരാണ് നിങ്ങൾക്ക് പല സപ്പോർട്ടുകളും ചെയ്ത് തന്നിരുന്നത്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്തവണ ചെന്നപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവരെ ആരെയും തിരിഞ്ഞു നോക്കിയില്ല. ഇവർ തന്നെത്താൻ ഒരു ചിത്രം കൊണ്ട് അവിടെ വെക്കുകയും ആ ചിത്രം ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റു സ്ത്രീ വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർ ആടിപ്പാടുന്നത് അല്ലാതെ അവിടെ ആരും വരുന്നില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ നേരെ ചാടി വീഴുകയും അവരോട് പ്രശ്നമുണ്ടാക്കാൻ പോവുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നൊരു ഭക്തയാണ്. അവരെ എന്തിനാണ് അവരെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാലും അവർ ഒരു ഭക്തയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സ്ത്രീയെ, അതും ഉടനെ തന്നെ വേറെ ഇവരുടെ കൂടെ വന്നൊരു സ്ത്രീ തന്നെ, അത് കണ്ടാൽ പൊട്ടുമൊക്കെ തൊട്ടിട്ട് ഇവരുടെ കൂടെ വന്ന് ഇവർ പറയുന്ന ഇവരുടെ കൂടെയുള്ള ആസ്മാദിയുടെ അമ്മയാണ്. അവരുടെ പേര് എനിക്ക് മനസ്സിലായി, ഉഷ എന്നാണ് അവരുടെ പേര്. അവർ ചാടി വീണ് പറയുകയാണ്, ഇവർക്കൊരു മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവരൊരു സെലിബ്രിറ്റി അല്ലേ. ആര് പറഞ്ഞു ഇവർ സെലിബ്രിറ്റി ആണെന്ന്? നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇവർ സെലിബ്രിറ്റി ആണെന്ന്? ഇവരൊരു സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും ഇവരെന്തോ മഹാസംഭവമാണ് എന്ന് തോന്നണം. ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക്, ഗുരുവായൂരിന്റെ ആ 7 അയലത്തേക്ക് നിങ്ങളെ കയറ്റാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല, കോടതി വഴിയായിരിക്കും. അല്ലാതെ ഞാൻ നിയമപരമില്ലാത്തൊരു മാർഗവും സ്വീകരിക്കില്ല. കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാനെന്നാണ് പറയാനുള്ളത്. ഏതായാലും കോടതി വഴി അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കയറാനുള്ള ഒരു ഇതുമില്ല, ഒരു അനുവാദവും അവിടെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ചിത്രങ്ങൾ വരച്ചോളൂ. നിങ്ങളുടെ ജീവിതമാർഗമാണ് അതും ഞങ്ങളുടെ ഔദാര്യമായി നിങ്ങൾ കൂട്ടിക്കോളും. നിങ്ങൾ പോയി ചിത്രം വരച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കടയെടുത്ത്, നിങ്ങളുടെ ചിത്രത്തിൽ വലിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ചിത്രം വെച്ചാൽ കുട്ടികളുണ്ട് ക്ഷേത്രത്തിൽ. ആ വീഡിയോ അതിലും വലിയ രസമാണ്. അവർ പറയുന്നത് അവിടെ ഒരു ശങ്കരേട്ടനുണ്ട്, ശങ്കരേട്ടൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ശങ്കരേട്ടന് കുട്ടികളില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാത്തവരാണ് പലപ്പോഴും ഇത് പറയുന്നത്, ശങ്കരേട്ടന് കുട്ടികളില്ല. പക്ഷെ എന്റെ പടം വരച്ചു കൊടുത്തപ്പോ ശങ്കരേട്ടന് കുട്ടികളുണ്ടായി എന്നാണ്. ഇതിനിടയ്ക്ക് ഇവർ അതായത് ഒരു ആൾദൈവമാകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. കാലിന്റെ അടിയിൽ നീല കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് അവർ ആ ശ്രമം അത്ര കണ്ട് വിജയിച്ചില്ല, അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇനി നിയമപരമായി നിങ്ങളെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോകാനാണ്. ഗുരുവായൂർ നിങ്ങൾക്ക് വരാനുള്ള സ്ഥലമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, അതായത് ക്ഷേത്രത്തിന്റെ നടയിലോ അതിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ പ്രൊമൈസിലോ മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് കയറാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾ ഗുരുവായൂരിനെ കലാപഭൂമിയാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് സർക്കാർ 153A അനുസരിച്ച് കേസെടുക്കാനുള്ള വകുപ്പുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ അന്ന്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ഗുരുവായൂരിലേക്ക് ഭക്തരെല്ലാം എത്തിച്ചേരുന്ന ദിവസമാണ് നിങ്ങൾ അവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ 153A അനുസരിച്ച് സർക്കാർ കേസെടുക്കാൻ തയ്യാറാകണം. ഏതായാലും നോക്കട്ടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. ഞങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കള്ളത്തരം പൊളിച്ച് സമൂഹത്തിന് മുന്നിൽ കാണിച്ചിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ ചേട്ടന്മാർ എന്നോട് മെസ്സേജ് അയക്കാനും എന്നെ കൺവിൻസ് ചെയ്യാനും ശ്രമിക്കരുത്. ഞാൻ കൃത്യമായ തെളിവോടുകൂടി കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ഇത് എന്റെ ഇൻബോക്സിലേക്കും എന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഓപ്പൺ ആണ്, അതുകൊണ്ട് അവിടേക്കും വന്ന് എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അവർ ജീവിച്ചോട്ടെ, അവരെ വിട്ടേക്കോ, അവരുടെ പാട്ടിന് വിട്ടേക്കോ എന്നൊക്കെ ഉള്ളവർ, നിങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ച അവരെ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് താമസിപ്പിച്ച് നോക്കൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ഫേസ്ബുക്കിൽ എന്നെ പഠിപ്പിക്കാൻ വരരുത്. എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു ലൈവ് ഇട്ട ശേഷം ഞാൻ ഈ ലൈവ് ഇടണ്ടെന്ന് വിചാരിച്ച് അവരെ വെറുതെ വിട്ടത്. പൊക്കോട്ടെ, എനിക്ക് അവരുടെ വ്യക്തി വൈരാഗ്യമൊന്നുമില്ല. അവരുടെ നിലപാടുകളോടുള്ള വൈരാഗ്യം
മാത്രമേ, ദേഷ്യം മാത്രമേ, വൈരാഗ്യമല്ല ദേഷ്യം മാത്രമേ ഉള്ളൂ. ഈ കള്ളത്തരം കാണിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്ക് അവരോട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അവരെ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല. അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ എന്റെ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരത്തിൽ ആക്രമിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം ഇവർ ഉണ്ടാക്കുന്നത്, ഇവർ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ്. അത് വീണ്ടും ഞാൻ വരേണ്ടി വന്നതും, ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടാതിരുന്നത് അതുകൊണ്ടാണ്. വീണ്ടും ഇവിടേക്ക് വരേണ്ടി വന്നതും അവരുടെ ഈ നിലപാട് കൊണ്ടും അവരുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ടുമാണ്. ഗുരുവായൂരിൽ വന്നവർ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമം കൊണ്ടാണ്. ഇനി ആ പരിപാടി നടക്കില്ല എന്നേ പറയുന്നുള്ളൂ. അത് നിയമപരമായി അതിനെ നേരിടാനുള്ള ശ്രമത്തിലാണ് ഞാൻ.